മകൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഈ ഒരു അച്ഛൻ ചെയ്തു കൊടുത്ത എന്താണെന്നറിയോ? കാണിച്ചേരട്ടെ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മകനും അച്ഛനും. ഈ മകന്റെ ഒരു ആഗ്രഹപ്രകാരം ഉണ്ടാക്കി കൊടുത്ത എന്താ ചേട്ടാ? ബ്രിട്ടീഷ് കാറാണ്, ബ്രിട്ടീഷ് കാർ. ചേട്ടാ നമസ്കാരം. വെൽക്കം ടു മൂവി ബട്ട്. അർജുൻ. ഓക്കെ, ഈ ഒരു വണ്ടി ഉണ്ടാക്കിയത് ശരിക്കും ഈ ഇരിക്കുന്ന മകന്റെ ആഗ്രഹപ്രകാരമാണ്. ആ കഥയൊന്ന് പറയൂ. ഇതാണ് പ്രചോദനമാക്കിയ സംഭവം. അതായത് ഒരു 1 year മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ടോയ് ഇവന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട് കളിച്ചോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, ഇത് കേറി ഇരുന്ന് പോകാവുന്ന ഒരു വാഹനം ഉണ്ടാക്കി തരാവോ എന്ന് ചോദിച്ചതിന്റെ ഒരു ഇതിനനുബന്ധിച്ചാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ ഒരു 8 മാസത്തോളം നമ്മൾ ഇതിന്റെ പുറകിൽ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത്. ഇത് ചുമ്മാതല്ലല്ലോ, ഇത് നല്ല മുതൽ മുടക്ക് ഇതിന് വേണ്ടിട്ട് നടത്തിയിട്ടുണ്ടാവും. ഏകദേശം എത്ര രൂപ? ഏകദേശം പറയുവാണെങ്കിൽ ലേബർ കൂട്ടാതെ നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം മുടക്ക് വന്നിട്ടുണ്ട്. ലേബർ കൂടെ കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി വരും. കാരണം നമ്മള് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയത് കാരണം നമ്മളെ വർക്ക്ഷോപ്പുള്ള കാരണം വർക്ക്ഷോപ്പിന്റെ സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ലേബർ കൂട്ടാതെയാണ് 3 ലക്ഷം രൂപ വന്നത്. ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കും കൂടെ ഇങ്ങനത്തെ ഒരു വണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെയാണ് നമ്മൾ ഇത് ഇറങ്ങിയത്. അപ്പൊ അതിനോടനുബന്ധിച്ച് പുറത്തുനിന്നൊക്കെ എനിക്ക് കോള് വന്നിട്ടുണ്ട്. അപ്പൊ വരുമ്പോ വന്ന് കണ്ടിട്ട് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു. അരവിന്ദ് കാർ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഫസ്റ്റ് കേരളത്തില് ലോഞ്ച് ചെയ്ത, കേരളത്തിലെ ഒരാള് നിർമ്മിച്ച ഒരു വണ്ടിയുണ്ട്. രജിസ്ട്രേഷൻ കിട്ടിയ വണ്ടിയാ വർഷങ്ങൾക്ക് മുമ്പ്. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ മകൻ ഇപ്പൊ ഒരു 70-something വയസ്സുണ്ട്, 80 വയസ്സുണ്ട്. പുള്ളി എന്നെ വിളിച്ചായിരുന്നു. പുള്ളിയുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. അപ്പൊ ഇത് കണ്ടിട്ടാണ് അങ്ങനെ കുറെ എനിക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാണുമ്പോഴേക്കും ആദ്യമൊക്കെ നമ്മള് വിചാരിക്കുക ഇത് ഉണ്ടാക്കിയതാണെന്നൊന്ന് സത്യം പറഞ്ഞാൽ വിചാരിക്കൂല കേട്ടാ. ഞാൻ അടുത്ത് വെക്കുന്നോണ്ട് പൊക്കി പറഞ്ഞതല്ല. പെട്ടെന്ന് കാണുമ്പോഴേക്കും നല്ല എന്താ പറയാ, ശരിക്കും ആ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. നമ്മള് ഇതുപോലെ കോപ്പി, സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഇതുപോലത്തെ കോപ്പി, പിന്നെ നെറ്റിൽ നിന്നുള്ള ഫോട്ടോസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ സംഭവം സ്കെച്ചെല്ലാം വരച്ചിട്ടാണ് ചെയ്തത്. ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. പഴയ വാഹനങ്ങളുടെ കുറെ പാർട്സ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ബോഡി എന്താ യൂസ് ചെയ്തേക്കുന്നത്? ബോഡി ശരിക്കും നമ്മൾ ഫൈബറല്ല ചെയ്തെടുത്തേക്കണം. അതായത് സ്ട്രക്ചർ പൈപ്പിലൊക്കെ ചെയ്തേക്കണേ. അല്ലാതെ ഉള്ള ഈ പാർട്ടുകളെല്ലാം, ഈ കാണുന്ന പോർഷനും ഇതെല്ലാം ഫൈബറയിൽ നമ്മൾ ചെയ്തെടുത്തേക്കുക. കാരണം ഇങ്ങനെ ഒരു ബോഡി നമ്മൾ ഇരുമ്പിലൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേനും കോസ്റ്റ്ലി ആവും. പിന്നെ നമ്മള് അതുപോലെ പാച്ച് വർക്ക്, അതായത് ഡെൻഡർ എന്നൊക്കെ പറയണ പണി നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇതിലാകുമ്പോ നമുക്ക് എളുപ്പമുണ്ട് പണി. അപ്പൊ അങ്ങനെയാണ് ഫൈബറയിൽ ചെയ്തെടുത്തത്. പിന്നെ ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ്, അതുപോലെ വീലിന്റെ ആക്സില്, ഷാഫ്റ്റുകൾ, അങ്ങനെയുള്ളതെല്ലാം പഴയ വിന്റേജ് അല്ല, ഒമിനി, അതുപോലെ വില്ലീസ്, ജീപ്പ്, അങ്ങനെയുള്ള വണ്ടികളുടെ പാർട്സുകളാണ്. ഒമിനിയുടെയും ജീപ്പിന്റെ ഒക്കെയാണ് പെട്രോൾ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടപ്പോ ടയറാണ് ഒരു ടയർ സൈസ് ശരിക്കും പറഞ്ഞ 12 ഇഞ്ച് വീലാ ഒമിനിയിൽ വരുന്നത്. ഇത് 16 ഇഞ്ച് വീലുണ്ട്. നമ്മൾ 114 PCD വരുന്ന ഒരു വിന്റേജ് ലുക്ക് കിട്ടാൻ പാകത്തിനുള്ള ഒരു അലോയ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കറക്റ്റ് അങ്ങനെ നോക്കിയെടുക്കും. കാരണം ഇല്ല, ഇത് ഒരു വർഷമായിട്ടുള്ള ഇങ്ങനെ ഓരോ കളക്ഷൻ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ വണ്ടി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂര്, തൃശ്ശൂര്, അതുപോലെ പാലക്കാട്, ഉക്കടം, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ കളക്ട് ചെയ്താണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഒത്തിരി എഫേർട്ട് ഉണ്ട് ഇതിന്റെ പുറകില്. എന്റെ കുറച്ച് കൂടെ ഉള്ള കൂട്ടുകാരും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറകില്. ഈ സീറ്റിംഗ് ഒക്കെ എങ്ങനെയാ? അതെ, ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾസറി വർക്കും അത് നമ്മൾ പുറത്തൊരു ചേട്ടനെ കൊണ്ടാ ചെയ്യിപ്പിച്ചേക്കണം. ഈ പടുതയുടെ വർക്കും സീറ്റിന്റെ അപ്പോൾസറി. പുറകിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈൽഡ് സീറ്റ് എന്ന് വേണേ പറയാം. ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം 2 സീറ്ററാ ശരിക്കും ഈ വണ്ടി വരുന്നത്. നമ്മളിത് ഒരു റെന്റ് പർപ്പസിനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ 4 സീറ്റർ ആയാലേ അങ്ങനെ ഒരു പർപ്പസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 4 സീറ്റ് വെച്ചത്. ഓക്കെ, ഇപ്പം റോഡിലേക്ക് ഓടിക്കുമ്പോ എന്തായാലും ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പൊ അതെങ്ങനെയാ നടത്തിക്കല് ഈ കേരളത്തിൽ എനിക്ക് പറ്റും തോന്നുന്നില്ല. നമ്മളിപ്പോ ഫ്ലാറ്റ് ബെഡ് പോലുള്ള വാഹനത്തിൽ കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇറക്കി അവിടെ നമ്മള് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളെ കൊടുത്ത് നിർത്തി ഒക്കെ ഓടിക്കാം എന്നുള്ള പ്ലാനാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. പിന്നെ ഭാവിയിൽ നമ്മളിതൊരു ഇലക്ട്രിക് വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തമിഴ്നാട് പോലുള്ള സ്ഥലത്തെ ഇത് പേറ്റന്റ് കിട്ടുമെന്നുള്ളതിനെ കുറിച്ചൊന്ന് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയേക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. ഈ റോഡിലേക്ക് ഇറക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? പല ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴും ഇപ്പൊ ഉള്ള ഒരു എന്താ പറയാ, പുതിയ വാഹന കമ്പനികൾക്കാരുണ്ടല്ലോ, അവരെ പോലുള്ളവരൊന്നും ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങനെയാ പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാറ്ററി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു പരീക്ഷണം നടത്താം എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. ഈ ഒരുപാട് വണ്ടികളുടെ ശേഖരം ആൾക്കുണ്ടാവുമല്ലോ, എന്തുകൊണ്ട് ഈ കാർ തന്നെ തെരഞ്ഞെടുത്തു?
അത് ശരിക്കും വിന്റേജ് വാഹനങ്ങളോടുള്ള പ്രണയമാണ് ഇതിനകത്ത് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കുറെ കൂടെ ചെയ്തെടുക്കാൻ ഒരു എളുപ്പമുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ടോപ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ മോറിസും അല്ലെങ്കിൽ ഓക്സ്വാഗണിന്റെ ബീറ്റിൽ എന്നൊക്കെ പറയുന്ന വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും ടോപ്പിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇതാകുമ്പോ നമുക്ക് ഹാഫ് പോർഷനിലുള്ള പരിപാടികളല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെലക്ട് ചെയ്തത്. പിന്നെ ഇവന് ടോയ് ഇത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ആ ഒരു അതിലൊക്കെ നമ്മള് മോഡൽ നമ്മുടെ ഉണ്ടല്ലോ, സ്മോൾ സ്കെയിലായിട്ട് നമ്മുടെ സാധനം ഇരിക്കുന്നത് കാരണം ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ച ആൾക്ക് ഇതിനകത്ത് കറങ്ങാനൊക്കെ ഇഷ്ടമാണ്. കറങ്ങാൻ എന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് മാത്രമേ കറങ്ങല് നടക്കുള്ളൂ. അതാണ് കുഴപ്പം. പുറത്തേക്കൊക്കെ ഇപ്പൊ പോകാൻ പറ്റില്ല. അപ്പൊ അത്യാവശ്യം ഗ്രൗണ്ടിലൊക്കെ ഓടിപ്പിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോ ആളെന്താ പറഞ്ഞത്? ഭയങ്കര ഹാപ്പിയാ. ഇതാണ് നമ്മുടെ താരം. പേര് പറഞ്ഞ മാവേ? തൻവിക്. തൻവിക് പറഞ്ഞിട്ടാണ് അച്ഛൻ ഉണ്ടാക്കിയത് ഈ വണ്ടി അല്ലേ? ഇഷ്ടായോ വണ്ടി? ഭയങ്കര ഇഷ്ടാണോ? അച്ഛനോട് എന്താ പറഞ്ഞു ഈ വണ്ടി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചോ? അപ്പൊ എന്താ അച്ഛൻ പറഞ്ഞു? ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇത് ഏത് സിനിമയിലെ വണ്ടിയാ? പ്രേമലൂലെ വണ്ടിയാണോ അച്ഛൻ ഉണ്ടാക്കിയത്? അപ്പൊ അച്ഛനോട് ചോദിച്ചോ പ്രേമലൂലെ പോലെ വണ്ടി ഉണ്ടാക്കി തരുമെന്നാണോ ചോദിച്ചേ? അങ്ങനെയാണോ ചോദിച്ചേ? അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? ഉണ്ടാക്കി തരാന്ന് പറഞ്ഞല്ലേ? ഉണ്ടാക്കി തന്നപ്പോ സന്തോഷായോ? ഇതൊക്കെ ഇതിനകത്ത് കറങ്ങിയോ? വീട്ടില് മാത്രം ഇരിക്കാനല്ലേ പറ്റുള്ളൂ. ഇതിനകത്ത് ഇരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ കാപ്പൂടി, ഉച്ചക്ക് ചോറൂണില് അങ്ങനെയുള്ള പരിപാടിയല്ല ഇപ്പൊ ഇതിനകത്താണ്. ഓക്കെ. ഇപ്പൊ പ്രേമലൂല് ആരെ ഇഷ്ടം? റീനുവിനെ ഇഷ്ടം. റീനുവിന്റെ വണ്ടിയാണോ ഇത്? റീനുവിന് കൊടുക്കോ ഈ വണ്ടി? റീനുവിന് കൊടുക്കോ വണ്ടി? ഇല്ല അല്ലെ, എന്റെ വണ്ടിയല്ലേ. റീനുവിന് മാത്രം കൊടുക്കില്ല. സച്ചിന് കൊടുക്കോ? സച്ചിന് ഇഷ്ടാണോ? സച്ചിന് ഇഷ്ടാണ്. കൊച്ചിന് നാണം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറയോ എങ്ങനെ ഈ പ്രേമലുവിന്റെ ഫാനാണ് പയ്യൻ. ഇത് കൺവെർട്ടബിൾ ആയതുകൊണ്ടാണ് ഇനി പ്രേമലു എന്ന് പറയുന്നത്. അതിനകത്തും കൺവെർട്ടബിൾ ആയിട്ട് മിനി കൂപ്പറാണല്ലോ അവർ ഓടിക്കുന്നത്. അതിന്റെ ഒരു ഫീലാ പുള്ളിക്ക് ഇപ്പോഴും. അതുകൊണ്ട് പ്രേമലു കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. വണ്ടിയോടുള്ള ഇഷ്ടം ആൾക്ക് ഇപ്പോഴേ ഉണ്ടോ? വണ്ടി പ്രാന്തം ഉണ്ടോന്ന് ചോദിച്ചാൽ ആയി വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 4 ദിവസമല്ലേ ഉള്ളൂ. എന്നാലും ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടാക്കിയതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും എല്ലാം ഇതിനകത്ത് തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം വീട്ടിലുള്ള സമയത്ത്. ഇതെങ്ങനെ ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ശരിക്കും അതെ, ഇതെല്ലാം ഹാൻഡ്. ഇതെല്ലാം നമ്മുടെ ഈ തടിയുടെ ഉടൻ പാനലിങ്ങിന്റെ ഒരു കോപ്പി ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തേക്കണേ. ജീപ്പിന്റെ മീറ്ററുകളാണ് വരുന്നത്. നമ്മുടെ വില്ലീസും അങ്ങനെയുള്ള പഴയ ജീപ്പില്ലേ, ജീപ്പിന്റെ മീറ്ററുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഒക്കെയാ വരുന്നത്. പല വണ്ടികളുടെ പല സ്റ്റിയറിംഗ് വരുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റീൽ പൈപ്പിൽ ബെൻഡ് ചെയ്തെടുത്ത സ്റ്റിയറിംഗ് ആണ്. ശരിക്കും വിന്റേജ് വണ്ടിക്ക് വരുന്ന സ്റ്റിയറിംഗിനൊക്കെ നല്ല കോസ്റ്റ്ലിയാ. അപ്പൊ ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തതാ. കോമ്പിനേഷൻ സ്വിച്ച് ആണെങ്കിലും ജീപ്പിന്റെ വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ജീപ്പിന്റെ തന്നെ ഒരു ഗ്ലോ ബോക്സ് പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും മേടിക്കാൻ വേണ്ടിട്ട് നോക്കിയായിരുന്നു? ഇപ്പൊ ഉണ്ട്. നമ്മള് പല നോക്കിയപ്പോഴും എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞ ഒരു 6000 രൂപ 7000 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് സാധനം ഉള്ളൂ വിന്റേജ് വരുമ്പോ. അപ്പൊ അതിനകത്ത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ചെയ്താണ്. ഫോൾഡ് ചെയ്യുന്നത് ഇത് 3 നമ്മുടെ സാധാ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നിർത്തി നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം, കൺവെർട്ടബിൾ എന്നുള്ള രീതിയിൽ. ഇതും നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്? നമ്മള് ഡിസൈൻ എല്ലാം നമ്മുടെയാണ്. പിന്നെ ഈ അപ്പോൾസറി വർക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇല്ലാത്ത കാരണം അത് സീറ്റിന്റെ അപ്പോൾസറി, പടുതയുടെ അപ്പോൾസറി എല്ലാം നമ്മൾ പുറത്തു കൊടുത്തായി ചെയ്തിരുന്നു. ഈ ടയർ വ്യത്യാസമില്ലേ? ഇത് വ്യത്യാസമുണ്ട്. ഇത് സ്റ്റെപ്പിനിക്ക് എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു ഷോ പർപ്പസിന് വേണ്ടി അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു 16 ഇഞ്ച് പഴയ നമ്മുടെ SD എന്നൊക്കെ പറയുന്ന ബൈക്കില്ലേ, അതിന്റെ ഒക്കെ വീലായിട്ട് വരും. അതിന്റെ ഒരു ടയറും കോപ്പി ചെയ്ത് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്താ. ഇതെല്ലാം സ്റ്റീലിന്റെ പൈപ്പ് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുത്തേക്കുന്ന തന്നെ ചെയ്തതാണ്. ചെറിയൊരു ബൂട്ട് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ബൂട്ട് സ്പേസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ലൈറ്റുകളെല്ലാം ഇതെല്ലാം ഈ കോയമ്പത്തൂർ സാധനങ്ങളാണ്. പഴയ വിന്റേജ് വണ്ടികളുടെ പാർട്സുകളാണ് ഇതെല്ലാം. ഇത് ഓൺലൈൻ പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ ഓൺലൈൻ സാധനങ്ങളാണ്. നമ്മൾ ഈ വണ്ടിയുടെ മേക്കിംഗ് ശരിക്കും പഴയ ബ്രിട്ടീഷ് കമ്പനി ആയത് കാരണം ആ ഒരു രീതിയിലേക്ക് പോകാൻ. ഇതെല്ലാം സ്റ്റീലിന്റെ പൈപ്പേ ചെയ്തെടുത്തേക്കണം.